അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഡിഷ് ഉണ്ണിയപ്പം റെഡിയായിരിക്കുകയാണ്. ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായ പക്ഷെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പവുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ണിയപ്പം കഴിച്ച് ഇപ്പം എല്ലാവർക്കും വളരെ ഇതായി വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്, ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം നടക്കുമ്പോൾ നമുക്ക് എനിക്ക് ആദ്യം മനസ്സിലെത്തുക ഉണ്ണിയപ്പത്തെയാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ചെറിയ ഒരു ചേഞ്ചുമായിട്ടാണ്. ഞാൻ ഇപ്രാവശ്യം എൻ്റെ അമ്മയുടെ തറവാട്ടിൽ കാരണവന്മാരുടെ ഒരു ചെറിയ അമ്പലം മാതിരിയുണ്ട്. ഭഗവാന്റെ അല്ല, കാരണവന്മാർ, അതായത് നമ്മുടെ കഴിഞ്ഞുപോയ ആൾക്കാരും നമ്മുടെ മുൻഗാമികൾ. അപ്പോൾ അവിടെ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിവേദ്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് നമ്പൂതിരി ഉണ്ണിയപ്പമാണ്. ആ ഉണ്ണിയപ്പത്തിൽ ഞാനൊരു പ്രത്യേകത കണ്ടുവെച്ചാൽ നേന്ത്രപ്പഴം ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായ നല്ല ഉണ്ണിയപ്പം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്ന്. അങ്ങനെ നമുക്ക് ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അവരുണ്ടാക്കുന്നതിലും ആകെ ഞാൻ ചേർത്തിരിക്കുന്നത് നേന്ത്രപ്പഴം മാത്രമാണ്. ബാക്കിയെല്ലാം അവരെ കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം അത് നിവേദിക്കാൻ വെക്കുന്നതാണല്ലോ. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ എടുത്തിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങ, ചിരവിയ തേങ്ങ. പിന്നെ ഈ 2 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു 400 ഗ്രാം ഉണ്ടാവും. അതുകൊണ്ട് അത്ര തന്നെ ശർക്കര ഞാൻ പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം എടുത്താണ് ഞാൻ അരിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് വേണം നമുക്കിത് മുഴുവൻ അരച്ചു തീർക്കാൻ. പിന്നെ 2 നല്ല മുഴുത്ത നേന്ത്രപ്പഴവും, നല്ല പഴുപ്പും വേണം മുഴുപ്പും വേണം. കാരണം 1 കിലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 നേന്ത്രപ്പഴം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊരു 1/2 കിലോ നേന്ത്രപ്പഴമെങ്കിലും വേണമല്ലോ. 2 നേന്ത്രപ്പഴം വലിയ നേന്ത്രപ്പഴമാണ്. ഇത്രയും നമുക്ക് അരച്ചു വെക്കണം. ആദ്യം തന്നെ നമ്മുടെ പണി അതാണ്. പച്ചരി 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 400 ഗ്രാം. എല്ലാം ഒരുമിച്ച് അരക്കണം എന്നില്ല, കുറച്ച് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരക്കാം. പിന്നെ തേങ്ങ നന്നായിട്ട് അരയണം. എനിക്കന്ന് ഭയങ്കര അതിശയിപ്പ് നേന്ത്രപ്പഴം ചേർത്തിട്ട് ആ നമ്പൂതിരി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് നമ്മുടെ അവിടെ തറവാട്ടിലെപ്പോഴും അങ്ങനെ തന്നെയാണ്. നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഇത് കൂട്ടി തന്നെ അരക്കണം. ഇത് നന്നായിട്ട് ഞാൻ പാവാക്കി A few moments later. നന്നായിട്ട് അരയണം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി അതേപോലെ അരക്കാം. അങ്ങനെ മാവ് റെഡിയായി, എല്ലാം അരച്ചു കഴിഞ്ഞു. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ചെറിയ തരി വേണം. എപ്പോഴും പറയില്ലേ ഉണ്ണിയപ്പത്തിന് കുഞ്ഞ് തരി ഉണ്ടെങ്കിൽ കുറച്ച് കൂടി നന്നാവും. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയായി. 2 ഗ്ലാസ് അരി, പച്ചരിയാണ്. 2 ഗ്ലാസ് പച്ചരി, 2 നേന്ത്രപ്പഴം, നല്ല മുഴുത്ത നേന്ത്രപ്പഴമായിരുന്നു. 2 നേന്ത്രപ്പഴം, നന്നായി പഴുത്ത നേന്ത്രപ്പഴം വേണം. പിന്നെ 1 ഗ്ലാസ് തേങ്ങ ചിരവിയത്. പിന്നെ ശർക്കര ഞാൻ 1/2 കിലോ 5-6 വലിയ ശർക്കര, അത് പാനിയാക്കി അത് ചേർത്ത്. ഇനി നമുക്ക് ഇത് വെക്കാം. ഒരു 5-6 മണിക്കൂറിന് ശേഷം ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ എള്ളെല്ലാം വറുത്തിടണ്ടേ, അതെല്ലാം വറവിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുവരെ ഒന്ന് ഇതിവിടെ കിടക്കട്ടെ. 6 hours later. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പക്കൂട്ട് ഒരു 5 മണിക്കൂർ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വറവിടണം. കുറച്ച് വറവിട്ട് നെയ്യിലാണ് ഇടേണ്ടത്. ഒരു കടായി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നെയ്യ് ചൂടാവും. കുറച്ച് നെയ്യ് മതി.
അതിലേക്ക് നെയ്യ് ചൂടാവട്ടെ. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട ഒരൊറ്റ വ്യത്യാസം നേന്ത്രപ്പഴം ചേർത്താണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും മൈസൂർ പഴമൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി നേന്ത്രപ്പഴം ചേർത്ത്. അത് മാത്രമല്ല, ഞാനെപ്പോഴും പൊടി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാനിങ്ങനെ അരച്ചിട്ട് നോക്കുന്നത്. നന്നായില്ലെങ്കിലും നന്നായിട്ടില്ലെങ്കിലും നിങ്ങളും എല്ലാവരും ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചു. നന്നായിട്ട് വറവാവട്ടെ. ഞാൻ 3 സാധനങ്ങളാണ് ചേർക്കുന്നത്. കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും അതൊരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ കുറച്ച് കറുത്ത എള്ള്. ഇത് 3മാണ് ചേർക്കുന്നത്. നല്ലൊരു സ്മെല്ല് വരും ഈ നെയ്യിൽ വറുത്തതും. മാത്രമല്ല, ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂട്ടി ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇത് വറവ് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഈ തേങ്ങ അതിൽ കിടന്ന് ഒരു എന്താ പറയുക, ഒരു ഞലുത്ത മാതിരിയായിപ്പോകും. ഇതാകുമ്പോൾ ഫ്രഷായിട്ട് അതിൻ്റെ ഉള്ളിലങ്ങ് കിടക്കും. ഈ വറുത്ത് അതിലിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മധുരമെല്ലാം പാകത്തിനെല്ലാം ചേർക്കുക. 2 ഗ്ലാസ് അരിപ്പൊടി, പച്ചരി പൊടിയല്ല പച്ചരി, 2 ഗ്ലാസ് പച്ചരി, നേർപകുതി 1 ഗ്ലാസ് തേങ്ങ ചിരകിയത്, പിന്നെ 1/2 കിലോ വെല്ലം. എൻ്റെ ഈ 2 ഗ്ലാസ് പറഞ്ഞാൽ 450, 1/2 കിലോ മുഴുവൻ ഇല്ലെങ്കിലും ഞാനെടുത്ത ഗ്ലാസ്സിന് 450 ഉണ്ടാവും. അപ്പം പിന്നെ 2 വലിയ നേന്ത്രപ്പഴമാണ്. നന്നായി പഴുത്ത നേന്ത്രപ്പഴം ചേർക്കാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ചെറിയൊരു പുളി രസം വരും. ഇത് നന്നായി ചുവക്കണം. നെയ്യിൽ വറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഉണ്ടാക്കുന്ന കാര്യയിലും നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ടോ, വെളിച്ചെണ്ണയുടെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2 സ്പൂൺ നെയ്യും ചേർക്കും. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും അതൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഉണ്ണിയപ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ. ഈ നേന്ത്രപ്പഴത്തിലും ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാലും ഒരു രസം. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു, ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ, ഇത് നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഏലക്കായ് പൊടിച്ചതും പിന്നെ എള്ളും. നല്ല സ്മെല്ലാണ്. ഇനി ഇത് അതിലേക്ക് ഒഴിക്കും. ഇനിയിപ്പം ഈ കാര അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിപ്പോകുമ്പോൾ ഒരു പേടിയാണ്. ഇപ്പം ഗ്യാസ് കിട്ടുന്നില്ലല്ലോ. കാര അടുപ്പത്ത് വെച്ചു. നന്നായി ചൂടാവട്ടെ. ഇതാണ് നമ്മുടെ അപ്പം കുത്തിയെടുക്കുന്ന സാധനം. ഇതിനെ കൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, കുക്കർ മുകളിൽ വെച്ചിട്ടുള്ള ഇതാണ് എൻ്റെ പുട്ടുകുറ്റി. അപ്പോൾ അതുണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശരിക്കത്, അത് ഞാൻ അപ്പത്തിൽ ഉപയോഗിക്കും. നന്നായി ചൂടായതിന് ശേഷം കുഞ്ഞുമായിട്ട് ഒഴിച്ചെടുക്കുക. അപ്പം ചൂടായി കഴിഞ്ഞു. ഇനി ഒഴിക്കാം. ചെറുത് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ അത് ശരിക്ക് പറയാൻ വെച്ചാൽ ആദ്യത്തെ കുഴിയിൽ ശരിക്ക് കിട്ടുന്നുള്ളൂ ഗ്യാസിൻ്റെ തീ. അതുകൊണ്ട് അത് ആദ്യമാവും. ഇത് കത്തുന്നതിൻ്റെ ഒരു ഇതാണ്. എവിടെയാണ് കൂടുതൽ തീ കിട്ടുന്നത് അവിടെ പെട്ടെന്നായിപ്പോൾ. ഈ അപ്പം തന്നെ കണ്ടില്ലേ, ഇതൊന്നും അങ്ങനെ ആയിട്ടില്ല. നല്ല അടുപ്പത്തുണ്ടാക്കിയാലാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടില്ലേ പൊന്തി വരുന്നത്. ഇതിൻ്റെ അർത്ഥം വെച്ചാൽ ഇത് നല്ലതാണ്. എല്ലാം കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് താനെ പൊന്തി വന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് മറിച്ചിടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചിലതെല്ലാം പിടിച്ചു പോകും. ഇത് കണ്ടില്ല എത്ര ശരിക്കാ പൊന്തി വരുന്നത്. കരിഞ്ഞു പോകാതെ ഓരോ സൈഡും ആയോ നോക്കിയിട്ട് മറിച്ചിടണം. അങ്ങനെ താനെ പൊന്തി വന്നോളും നന്നായിട്ടുണ്ടെങ്കിൽ.
ഇതിൻ്റെ കൂട്ട് ശരിയായാൽ മാത്രമേ ഇങ്ങനെ പൊന്തി വരുള്ളൂ, അല്ലെങ്കിൽ അതവിടെ പിടിച്ചു പോകും. അടുപ്പിൽ നമ്മൾ തീ കത്തിച്ച് അടുപ്പിൽ വെക്കുന്നില്ല, അപ്പം നല്ല ഒലിവ പോലെ എല്ലാ സൈഡിലും ആവും. ഇതിപ്പം പകുതി ശരിക്ക് ചൂട് കിട്ടുന്നുള്ളൂ. ആ നടുവിലത്തേനാണ് ശരിക്ക് ചൂട് കിട്ടുന്നത്. അതുകൊണ്ട് അത് വേഗം തിരിഞ്ഞു വന്നു. നമ്മളിങ്ങനെ കുത്തിയ സമയത്ത് അതിനുള്ളിൽ വെന്തിട്ടില്ലെങ്കിൽ ഇവിടെ പറ്റി പിടിക്കും. അതുമെല്ലാം ശ്രദ്ധിച്ചിട്ട് ഓരോന്നായിട്ട് എടുത്ത് മാറ്റും. ഇതായി കഴിഞ്ഞു, കണ്ടില്ലേ? തീൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ. ഇത് നന്നായി വെന്തിട്ടുണ്ട്, അറ്റത്തൊന്നും പിടിച്ചിട്ടില്ല. ഇതിനെ നമുക്ക് ഇപ്പുറത്തിട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് കുത്തിയെടുത്താൽ കാണാനൊരു ഭംഗിയാണ്. പക്ഷെ എൻ്റെ ഇത് അവിടെ ഇവിടെ കുറച്ച് അധികം കത്തുന്നതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ എണ്ണ മറയുന്നൊരു പേടിയാണ് മേത്തേക്ക്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ഒന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തിരിക്കും. ഇനി നമുക്ക് അടുത്തത് മാറ്റി കൊടുക്കാം. പിന്നെ ഏറ്റവും ആദ്യം ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഗണപതിക്കാണ്. അതെപ്പോഴും അടുപ്പിൻ്റെ സൈഡിൽ. ഇത് നമ്മളിപ്പം ഗ്യാസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേ കാണുന്ന ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ തിരിഞ്ഞ് വരുന്നത് കൂട്ട് നല്ല റെഡിയായ കൂട്ടായതുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഗണപതിക്ക് വെക്കുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. അമ്മ എപ്പോഴും അപ്പം ഉണ്ടാക്കിയാൽ ആദ്യം ഒന്ന് ഗണപതിക്ക് വെക്കും. കുറച്ചൊന്ന് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട്, കാരണം അത് നടുവിലത്തെ പിന്നെ പെട്ടെന്ന് വെന്ത് പോവില്ലേ, കരിഞ്ഞു പോകും. നല്ല കാണാൻ ഭംഗിയില്ലേ ഉണ്ണിയപ്പം? കണ്ടില്ലേ ഓടിക്കളിക്കുന്നത്? അത് കൂട്ട് റെഡിയായ കൊണ്ടാണ്. എല്ലാവരും നേന്ത്രപ്പഴം കൊണ്ടൊന്നിങ്ങനെ പ്രയോഗിച്ച് നോക്കിയേ. എല്ലാം കൂടെ ഒരൊറ്റ അരക്കൽ. വെള്ളം അധികമായി പോകണ്ട. ശർക്കര പാവാക്കുന്ന സമയത്തുള്ള ആ വെള്ളം മാത്രം, വേറെ വെള്ളമൊന്നും എടുക്കണ്ട. ശർക്കരയുടെ വെള്ളം മാത്രമാകുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. ഓടിക്കളിക്കുന്നുണ്ട. പണ്ടൊക്കെ എനിക്ക് ഇത് ഉണ്ടാക്കാൻ അത്ര അറിയില്ലാത്ത സമയത്ത് പറ്റി പിടിച്ച് സ്പൂൺ കൊണ്ടല്ലേ യുദ്ധം ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ ഈ ഒരു ഇത് കല്ലുണ്ടല്ലോ, ഇത് എൻ്റെ അച്ഛൻ വാങ്ങി തന്നതാണ് എനിക്ക്. ഒരു പ്രാവശ്യം ഞാൻ ജാർഖണ്ഡിൽ പോകുന്ന സമയത്ത് എനിക്കവിടെ കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങി തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് പിന്നെയും തോന്നൂല്ലേ, ഇനിയിപ്പോൾ ആയിപ്പോയില്ലേ, നമുക്ക് വിഷുവിന് കണിവെക്കാനെല്ലാം എല്ലാവർക്കും ഉണ്ണിയപ്പം വേണ്ടേ അല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. കണിവെക്കാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കും. എൻ്റെ അമ്മ ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ചെറുപ്പകാലത്ത് ഒരു പാത്രം നിറയെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം കുട്ടികളെ വിഷുക്കയറ്റത്തിന് വരുമല്ലോ, ആ സമയം അവർക്ക് 2 അപ്പവും കൊടുക്കും, പിന്നെ ഈ വിഷുക്കയറ്റവും കൊടുക്കും. അങ്ങനെയായിരുന്നു. A few moments later.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഡിഷ് ഉണ്ണിയപ്പം റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ ഉണ്ണിയപ്പം അല്ലേ? ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നേന്ത്രപ്പഴം കൂട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിച്ചു നോക്കണം. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അധികം വെറും ഫിലിംന്നില്ല, അങ്ങനെ നല്ല കട്ടിയും സോഫ്റ്റും ആയിട്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും ശ്രമിച്ചു നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.